ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേഷനിലേക്ക് നമുക്കൊന്ന് പോകാം. അതിന് മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഒപ്പം ബെൽ ബട്ടൺ കൂടി അമർത്തിക്കോളൂ കേട്ടോ. അപ്പോൾ ലാലേട്ടൻ്റെ പ്രൊമോ അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ലാലേട്ടൻ ആദ്യം തന്നെ അനുമോളെ പിടിക്കുന്നുണ്ട്. എന്താണ് അനുമോൾ രാത്രി ഭക്ഷണം ഉണ്ടാക്കി ആകെ വഴക്കായി എന്നൊക്കെ കേൾക്കുന്നു, എന്താണത്? അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട്, ഷാനവാസിനോട് ചോദിക്കുന്നുണ്ട്, ഷാനവാസ് അങ്ങനെ ചെയ്ത് ശരിയാണോ? അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട്, ഒരിക്കലുമില്ല ലാലേട്ടാ, ഒരു കോമൺ ആയിട്ടുള്ള ഒരു സാധനമാണ് കടലമാവ്, അത് എടുത്തിട്ടാണ് ഇവർ ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അനുമോൾ പറയുന്നുണ്ട്, കോമൺ അല്ല. എന്താ ആ കുട്ടി പറയുന്നു, കടലമാവ് കോമൺ അല്ല എന്ന് പറയുന്നു. അപ്പോൾ അനുമോൾ പറഞ്ഞു, അങ്ങനെയല്ല ലാലേട്ടാ ഞാൻ പറയുന്നേ. അപ്പോൾ അതിനോട് ചോദിക്കുന്നുണ്ട്, എന്താണ് അതിലൂടെ അഭിപ്രായം? അനുമോൾ ഒരു ദിവസം തന്നെ പല ആളുകളോടും പല നിലപാട് എടുക്കുന്നുണ്ട്, അത് യോജിച്ചു പോകാൻ പറ്റുന്നില്ല ലാലേട്ടാ എന്ന് ആദില പറയുന്നുണ്ട്. അപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട്, രാവിലെ ഒരു നിലപാട്, ഉച്ചയ്ക്ക് ഒരു നിലപാട്, വൈകിട്ട് വേറെ നിലപാട് അല്ലേ ചോദിക്കുന്നുണ്ട്. അപ്പം നബി പറയുന്നുണ്ട്, ഓ നെന്മമരം പൂത്ത് ദോശ ഉണ്ടാക്കി കൊടുക്കുകയാണ് എൻ്റെ ലാലേട്ടാ എന്ന് പറയും. ലാലേട്ടൻ പറയുന്നുണ്ട്, എന്തൊക്കെയോ ഞാൻ കൊടുക്കാൻ പ്ലാൻ ഇട്ടതാണ്, പക്ഷേ ഈ ഒന്നുമില്ല എന്ന് പറയുമ്പോൾ ഈ അനുമോൾ ഭയങ്കര വിഷമിച്ചിരിക്കുന്ന ഒരു രംഗമാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ നോക്കി നോക്കൂ, പുതിയൊരു കാര്യത്തിൽ തുടക്കുന്ന ഒരു ഹെഡിങ്ങോട് കൂടി തന്നെ വേറൊരു പ്രൊമോ വന്നിട്ടുണ്ട്. ബാറ്റും ബോളും പിടിച്ച് നിലത്തി വിഴാതെ കൊണ്ടിടണം, അതാണ് അവരുടെ ഒരു ബാറ്റ് ഉണ്ട്, അതിന് മുകളിൽ ചെറിയൊരു ബോൾ വെച്ചിട്ടുണ്ട്, അത് നിലത്തി വിഴാതെ കൊണ്ടിടണം. ഏറ്റവും കൂടുതൽ ഇടുന്ന വ്യക്തിക്കായിരിക്കും ഈ ടിക്കറ്റ് ടു ഫിനാലയിലേക്ക് കടക്കാൻ പറ്റുക, അല്ലേ? ടോപ്പ് 5 അവർ എത്തും, അതാണ് പറയുന്നത്. പല ദിവസങ്ങളായിട്ട് പല സമയത്ത് ഗെയിംസ് നടക്കും, ഏറ്റവും കൂടുതൽ പോയിന്റ് ലഭിക്കുന്ന വ്യക്തിയാണ് ടിക്കറ്റ് ടു ഫിനാലിലേക്ക് എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ ആര്യന് ഒരു ചെറിയൊരു ഗുണം കിട്ടിയിട്ടുണ്ട്, ടിക്കറ്റ് ടു ഫിനാലിലേക്കുള്ള ഗുണം, അതിൻ്റെ അധികാരമുണ്ട്. അതിനൊപ്പം തന്നെ ഇനി ഈ കളികളും കൂടി ജയിച്ചാൽ അവർ കയറും എന്നാണ് പറയുന്നത്. അടുത്തത് ഈ എവിക്ഷനാണ്. എവിക്ഷൻ പുറത്തു പോകാൻ സാധ്യതയുള്ളവരൊക്കെ എണീറ്റ് നിൽക്കുമോ, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കോയിനൊക്കെ ആർക്കെങ്കിലും കൊടുക്കുമോ നിങ്ങൾ എന്ന് ചോദിക്കുന്നുണ്ട്. ആരാണ് പുറത്തു പോവുക എന്നറിയാമോ എന്ന് ചോദിക്കുമ്പോൾ ആദ്യം പറയുന്നുണ്ട്, പ്രേക്ഷകർക്ക് ഇഷ്ടമില്ലാത്തവർ പോയാലേ പറ്റുള്ളൂ ലാലേട്ടാ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ലാസ്റ്റ് അക്ബറും ലക്ഷ്മിയും ആരാണ് എൻ്റെ അടുത്തേക്ക് വരുന്നതെന്ന് അറിയില്ല, ഇവർ രണ്ടുപേരും ഒരാൾ എൻ്റെ അടുത്തേക്ക് വരുന്നതാണ്, ചിലപ്പോൾ രണ്ടുപേരും വരും എന്ന് പറയുന്നുണ്ട്. ബിഗ് ബോസ് തീരുമാനിക്കട്ടെ, എനിക്കറിയില്ല എന്ന് പറയാൻ ലാലേട്ട ഒഴിവാകുന്നുണ്ട്. ബിഗ് ബോസ് പറയുന്നുണ്ട്, രണ്ട് കാർ വരുന്നുണ്ട്, 2 കാറിൽ 2 പേരെ ഇരുത്തുന്നുണ്ട്. എന്നിട്ട് ബിഗ് ബോസ് പറയുന്നുണ്ട്, ഈ കാറിൽ ഒരാൾ ഈ വീട്ടിലേക്ക് തിരിച്ചു വരും, മറ്റൊരാൾ എന്നേക്കുമായി വിട പറയുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണ് എവിക്ഷൻ അവസാനിക്കുന്നത്. ഇന്ന് എന്തായാലും പുറത്തു പോകുന്ന വ്യക്തി ലക്ഷ്മി തന്നെയാണ്. അക്ബറിനെ തിരിച്ച് വീട്ടിലേക്ക് തന്നെ കയറ്റുന്നുണ്ട്, ലക്ഷ്മി അങ്ങനെ തന്നെ പുറത്തേക്ക് ആക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ലാലേട്ടൻ്റെ പ്രൊമോ.